Praise the Lord. ദൈവത്തിന് മഹത്വം. It's such a joy for me to be here this morning. ഈ പ്രഭാതത്തിൽ ഇവിടെ ആയിരിക്കുന്നത് എനിക്ക് എന്തുമാത്രം സന്തോഷം തരുന്നുണ്ടെന്നറിയാമോ? Especially to be with Raju uncle and Shiba aunty. വിശേഷിച്ചും പ്രിയ രാജു അങ്കിളിനോടും ഷിബാൻഡിയോടൊപ്പം ആയിരിക്കുന്നതിൽ. I have been to this church. I remember first was an online meeting in the church, and the second time we came here, I think this year. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ ആദ്യമായിട്ട് സഭയുടെ ഓൺലൈൻ മീറ്റിങ്ങിലും അതുപോലെ തന്നെ നേരിട്ട് ചില നാളുകൾക്ക് മുമ്പും ഇവിടെ സഭയോടൊപ്പം സംബന്ധിക്കുകയുണ്ടായി. I don't want to waste a lot of time, but I want to share what God has put in my heart this morning. മറ്റേ സമയം പാഴാക്കാതെ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഇട്ടിരിക്കുന്ന കാര്യം പങ്കുവെക്കുന്നതിലേക്ക് ഞാൻ കടന്നു പോകട്ടെ. I want to tell you an incident that happened that I read. ഞാൻ വായിച്ചിട്ടുള്ള ഒരു സംഭവം അതേ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. I read about this rabbi called Akiva. അക്കിവ എന്ന് പറഞ്ഞ റബിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി. Rabbi Akiva is a very well known rabbi just after 20 years after Jesus after the age of Jesus. കർത്താവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഏതാണ്ട് 20 വർഷത്തിനുള്ളിൽ പ്രസിദ്ധനായിരുന്ന ഒരു റബിയാണ് റബായ് അക്കിവ. This rabbi was a scholar, and one day he was going for a walk on the north bank of Galilee, Galilee, Sea of Galilee. ഇദ്ദേഹം വളരെ പണ്ഡിതനായൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഗലീലി തടാകത്തിൻ്റെ ആ വടക്കേ കരയിലൂടെ ഇങ്ങനെ നടന്ന് പോവുകയായിരുന്നു. He was just going for a walk. Probably he goes for a walk every evening. ഒരുപക്ഷെ എല്ലാ സായങ്കാലവും അദ്ദേഹം അങ്ങനെ നടക്കുവാൻ പോയിരുന്നിരിക്കാം. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടക്കുകയായിരുന്നു. So while he was walking, he was like really lost in his thought, and he was meditating the book of Isaiah. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ അദ്ദേഹം ചിന്താമഗ്നനായി പല ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Sometimes it happens, we all go for walks, and it happens very much for me as well. When I walk, sometimes I'm praying, I'm meditating what God is speaking into my heart. Sometimes we lose track of where we are. നമുക്കും അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പ്രാർത്ഥിച്ചും ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും ഒക്കെ നടന്ന് നമ്മളിപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം തന്നെ നമുക്ക് നമ്മുടെ ബോധത്തിൽ നിന്ന് പോകും. So this Akiva was walking and he lost track of where he was. Suddenly he hears a voice. ഇതുപോലെ തന്നെ അക്കിവ എന്ന് പറഞ്ഞ റബിയും അന്ന് നടന്ന് താൻ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം വിട്ടുപോയി. അങ്ങനെ മുമ്പോട്ട് ചെല്ലുന്നൊരിടത്ത് പെട്ടെന്ന് ഒരു ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ്. The voice was this, "Who are you?" ആ ശബ്ദം ഇങ്ങനെയായിരുന്നു, നീ ആരാണ് എന്നുള്ളൊരു ചോദ്യം. Suddenly he was like, "Where am I?" And he realized that he was in a fort. He ended up in a fort, and he was walking inside a fort. പെട്ടെന്നാണ് അദ്ദേഹം സുബോധത്തിലേക്ക് വന്ന് ഞാനിപ്പോൾ എവിടെയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെ നോക്കിയപ്പോൾ താൻ ഒരു കോട്ടയ്ക്കകത്ത് നിൽക്കുകയാണ്. Suddenly he heard again, "Who are you?" വീണ്ടും ആ ശബ്ദം അദ്ദേഹത്തോട് വീണ്ടും ശബ്ദമുയർത്തി ചോദിച്ചു, നീ ആരാണ്? What are you doing here? എന്താ നീ ഇവിടെ ചെയ്യുന്നത്? It was echoing again and again. ഈ ചോദ്യം വീണ്ടും പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. Suddenly he looked up and he saw a Roman soldier standing there, and he was like a security in that place. കണ്ണുയർത്തി നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് ഒരു റോമൻ ഭടനെയാണ്. അദ്ദേഹം അവിടെ കാവൽ ചെയ്യുകയായിരുന്നു. So suddenly he looked at him and he asked him, "Who are you and what are you doing here?" അദ്ദേഹത്തെ കണ്ടപ്പോൾ തിരിച്ച് അദ്ദേഹം അതുപോലെ ഇങ്ങനെ ചോദിച്ചു, നീ ആരാണ്? ഇവിടെ നീ എന്ത് ചെയ്തുകൊണ്ട് നിൽക്കുന്നു? So that is when he said that I am kept here as a security. അതിന്റെ ഉത്തരമായി പറഞ്ഞു, ഞാനിവിടെ കാക്കുവാൻ നിൽക്കുന്ന കാവൽക്കാരനാണ്. Suddenly this rabbi said, "How much do you get paid for saying this to everyone?" തിരിച്ച് റബി അദ്ദേഹത്തോട് ചോദിച്ചു, ആട്ടെ, നിനക്ക് ഇങ്ങനെയുള്ള ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നതിന് നിനക്ക് എത്ര രൂപ കൂലി കിട്ടും?
He said, then 10 denarii every day. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 10 ദിനാറി, ഓരോ ദിവസവും 10 ദിനാറി വീതം ശമ്പളം ലഭിക്കുന്നു. So suddenly this rabbi said, I will give you 20 denarii. Can you come in front of my house every day morning and ask this question to me? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് 20 ദിനാറി തന്നാൽ എല്ലാ ദിവസവും രാവിലെ എൻ്റെ വീട്ടിൽ മുമ്പിൽ വന്ന് ഈ ചോദ്യം നീ എന്നോട് ചോദിക്കുമോ എന്ന് ചോദിച്ചു. The story is that it's a very, very important question that this man asked this rabbi. ഈ കഥയിൽ പറയുന്ന ഈ ചോദ്യം റബ്ബിയോട് അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമാണ്. Who are you? What are you doing here? നീ ആരാണ്? ഇവിടെ നീ എന്ത് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു? This is what I want to speak to you this morning. ഈ പ്രഭാതത്തിലും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഇത് സംബന്ധിച്ചാണ്. Who are you? What are you doing here? നീ ആരാണ്? നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? For that, let us turn our Bibles to Genesis chapter 1 from 26 to 28. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Someone can read it in Malayalam. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ വാഴുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. Amen. In that very clearly, did you read till 28? No. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. Amen. In these two scriptures, we can see the answers of these two questions. ഈ തിരുവെഴുത്തുകളിൽ ഞാൻ നേരത്തെ ഉദ്ധരിച്ച 2 ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. You know, the first page of the Bible has the answer for the whole life that we have. നാം ജീവിക്കുന്ന നമ്മുടെ മുഴുവൻ ജീവിതത്തിന്റെയും ഉത്തരം ബൈബിളിന്റെ 1-ാമത്തെ പേജിൽ തന്നെ കിടക്കുന്നു. But very clearly, we heard that God said, "Let us make them." നാം വളരെ വ്യക്തമായി അവിടെ വായിച്ചു കേട്ടല്ലോ, വരിക, let us make them. Us make them. വരിക, നാം അവരെ ഉണ്ടാക്കുക, സൃഷ്ടിക്കുക. So it's very clear that God was in unity with Father, Son, and the Holy Spirit. They were in unity when they created us. ഇവിടെ വളരെ സ്പഷ്ടമാണ്, നമ്മുടെ സൃഷ്ടിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ഐക്യതയോടെ അവിടുന്ന് ഇത് ചെയ്തു. And God had a purpose to create the human. അപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ ദൈവത്തിന് ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു. God didn't create just Adam, he created Eve. So it was again a unity together. അങ്ങനെ ദൈവം ആദമിനെ മാത്രമല്ല സൃഷ്ടിച്ചത്, ഹവ്വയെയും സൃഷ്ടിച്ചു. അവിടെയും ഒരു യൂണിറ്റി, ഐക്യത നാം കാണുന്നു, ഒരുമ നമ്മൾ കാണുന്നു. Bible clearly says that then he said that they reflect the image of God. When they were together, they reflected the image of God. അങ്ങനെ തുടർന്ന് തിരുവചനത്തിൽ നാം ശ്രദ്ധിക്കുന്നു, അപ്രകാരം അവർ ഇരുവരും ചേർന്ന് ദൈവത്തിന്റെ സ്വരൂപത്തെ പ്രതിബിംബിച്ചു. So when we reflect the image of God, when we are living in the purpose of God, it is not individualism. God wants us to be together, and it reflects the image and purpose of God in our lives. നാം ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ജീവിക്കുന്നതിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഭാവനം നാം ഒറ്റയ്ക്ക് ദൈവത്തെ പ്രതിബിംബിക്കണമെന്നല്ല, മറിച്ച് നാം ചേർന്ന് ദൈവത്തെ പ്രതിബിംബിക്കണമെന്നാണ്.
So when we say we are created in the image and likeness of God, നാം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം പറയുമ്പോൾ sometimes we think that it's about the look that we have, the structure that we have, the body that we have. That is not what he meant by there. നാം ഒരുപക്ഷെ ഇങ്ങനൊരു അബദ്ധം ചിന്തിക്കാം, അത് നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചയിൽ നമ്മൾ ദൈവത്തെ പോലെയാണെന്ന് അല്ല, അതല്ല അത് ഉദ്ദേശിക്കുന്നത്. I mean, earthly speaking, when you are born to a parent, you do look like your parent. Everyone says that I look like my dad very much. നമ്മൾ ഭൂമിയിൽ ഇങ്ങനെ പറയാറുണ്ടല്ലോ, മക്കൾ ജനിക്കുന്ന സമയത്ത് മാതാപിതാക്കന്മാരെ പോലെയാണെന്ന്. ഉദാഹരണത്തിന് എന്നെ കണ്ടാൽ എൻ്റെ അപ്പയെ പോലെയാണെന്ന് പറയാറുണ്ട്. My dad used to call me Achappam when I was growing up, because he says that in the same അച്ഛ, ഒരച്ഛനകത്ത് വാർത്തതുപോലെയാണ് നമ്മൾ രണ്ടുപേരും എന്ന് പറയുമായിരുന്നു. എൻ്റെ അപ്പൻ എന്നെ വിളിച്ചിരുന്ന അച്ചപ്പം എന്നായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരെയും വാർത്തത് ഒരേ അച്ചിലാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. So we do have the look of our parents, but we do have gestures. We have something that they carry as well inside of us. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരോട് ഒരു ശാരീരിക സാരൂപ്യം അവരുമായിട്ടുണ്ടായിരിക്കാം, എന്നാൽ അതിലുപരിയായി അവരിലുള്ള എന്തോ ഒന്ന് അതിലധികമായി നാം വഹിക്കുന്നുണ്ട്. Bible clearly says God is love. It doesn't say God has love. God is love. തിരുവചനം ദൈവത്തിന് സ്നേഹമുണ്ടെന്നല്ല പറയുന്നത്, ദൈവം സ്നേഹമാണെന്നാണ് പറയുന്നത്. That is definitely poured into our lives as well. നിശ്ചയമായിട്ടും അത് നമ്മുടെ ഉള്ളിലും നമ്മുടെ ജീവിതത്തിലും അവിടുന്ന് പകർന്നിട്ടുണ്ട്. Definitely, you might be, a good businessman. You might be a lawyer, a doctor, or anyone, even, I would say a prostitute. But they are also created in the likeness and image of God. ഒരു വ്യക്തി ലോയറോ ബിസിനസ്മാനോ ഡോക്ടറോ അല്ല, പോട്ടെ, ഒരു വ്യഭിചാരിണിയോ ആയിക്കൊള്ളട്ടെ, അവരുടെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ദൈവത്തിന്റെ സ്നേഹം പകർന്നിട്ടുണ്ട്. So you are created in the image and likeness of God. പ്രിയരെ, നിങ്ങൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. The thing is that, just like I said, that we might be whatever we do, a husband or a wife or a businessman, but most of all, you are a child of God. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം ചെയ്യുന്ന തൊഴിലുകൾ, വ്യാപരിച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതായിരിക്കാം, എന്നാൽ അതെല്ലാം ഉപരിയായി നാം ദൈവത്തിന്റെ പൈതലാണ്, ദൈവത്തിന്റെ സന്താനമാണ് എന്നുള്ളതാണ് പ്രധാനം. Yeah, you are, because you are created in His image and His likeness, you are a child of God. That is your identity. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കാൻ ദൈവത്തിന്റെ സന്താനമാണെന്നുള്ളതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. Most of the time, people want to be famous. മിക്കപ്പോഴും നാം വളരെ പ്രശസ്തരാകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. When you are growing up, especially children, when they are growing up, they are also always looking at people who are famous and I want to become like that person. കുഞ്ഞുങ്ങൾ വളരുന്ന സമയത്ത് അവര് പ്രശസ്തരായ ആളുകളെ കണ്ടിട്ടോ അവരെ പോലെ ഞങ്ങളാകണം, എനിക്കാകണം എന്ന് പറയാറുണ്ടല്ലോ. You don't have to be famous to be successful. നിങ്ങൾ വിജയാളികളാകുവാൻ പ്രശസ്തരാകണമെന്നില്ല. You can be great. നിങ്ങൾക്ക് മഹാന്മാരായിരിക്കാൻ പറ്റും. Everyone can be great. ഓരോരുത്തർക്കും മഹത്വമുള്ളവരായിരിക്കാൻ പറ്റും. Greatness always come from service. ആ മഹിമ, ആ വലിമ വരുന്നത് സേവനത്തിൽ നിന്നാണ്. So when you serve, you will be significant. നിങ്ങൾ സേവനം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രസക്തിയുള്ളവരായി മാറും. I believe that is what true success is all about. യഥാർത്ഥ വിജയം അതിലാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So I just want to encourage you to believe that you are created in the image and likeness of God, and that is the first thing that we need to have, that deep understanding, and through that we will realize that what are we here for. പ്രിയരെ, നാം ഒന്നാമതായി ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു അവബോധത്തിലേക്ക് നാം വരികയും
അതിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ നാം എന്തിനിവിടെ ആയിരിക്കുന്നു എന്നുള്ള ആ ചോദ്യത്തിന് നമുക്ക് മറുപടി ലഭിക്കാൻ തുടങ്ങും. Because I want to say that when I was 16 years old, I don't know whether I shared this when I was here last time. When I was 16 years old, I heard the voice of God very clearly. And he asked me, discover the destiny of your life. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞുവെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ 16-ാമത്തെ വയസ്സിൽ ഈ ഒരു ശബ്ദം വളരെ വ്യക്തമായി ഞാൻ കേട്ടു. നിന്റെ ജീവിതത്തിന്റെ ഭാഗധേയം അത് എത്തിച്ചേരേണ്ടത് എവിടെയാണെന്നുള്ളത് നീ കണ്ടെത്തുക എന്ന്. So that made me, I didn't get a chance to go to Bible college. We were born and brought up in a ministry family, and from my childhood I had this desire to serve God, and that was the only thing that was deep inside my heart, but I didn't know what to do, how to do it. ഞാൻ ആ സമയത്ത് ഞാൻ വളർന്നു വന്ന എൻ്റെ വീട് ഒരു ശുശ്രൂഷ ഭവനത്തിലാണ് ഞാൻ വളർന്നു വന്നത് എൻ്റെ മാതാപിതാക്കന്മാരോടൊപ്പം. അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ അതേക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. So when I heard this voice, it was very clear, and I knew it was God speaking to me, and I asked the Lord, speak to me. Lord, reveal the very purpose that you have created me on this earth for. ഈ ശബ്ദം ഞാൻ കേട്ട സമയം മുതൽ ഞാൻ കർത്താവിനോട് പറയാൻ തുടങ്ങി, കർത്താവേ, നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, എന്നെക്കുറിച്ചുള്ള അവിടുത്തെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. I truly believe that when God sent us into this world, you are sealed with a purpose inside of you. ഞാൻ വാസ്തവമായും വിശ്വസിക്കുന്നു, കർത്താവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഒരു വ്യക്തമായ ഉദ്ദേശം നമ്മുടെ മേൽ മുദ്രണം ചെയ്താണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെടുന്നത്. Because the biggest example for us is none other than our Lord and Savior Jesus Christ. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ മാതൃക നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. Because when he was on this earth, even at the age of 12, he knew the very purpose he was on this earth. അവിടുന്ന് ഭൂമിയിലായിരുന്ന സമയത്ത് വെറും 12 വയസ്സുള്ള സമയത്ത് തന്നെ വളരെ വ്യക്തമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ താൻ ഈ ഭൂമിയിലായിരിക്കുന്നത് എന്തിനാണെന്നുള്ളതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അവിടുത്തെ ധാരണ. So I want to tell you that we are not here just to live our life. Sometimes, most of the time, we get really sidetracked by a destination life or a destination Christianity. അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം ജീവിച്ച് പല കാര്യങ്ങളിൽ ഇടപെട്ടു പോകുമ്പോൾ നമ്മൾ വ്യതിചലിച്ചു പോകുവാനിടയാകരുത്. ഈ ഒരു ദേശത്തിൽ നിന്ന് പലപ്പോഴും നമ്മുടെ ജീവിതം destination, we want to get somewhere. That is the Christianity that we believe. പലപ്പോഴും നാം ഹൃദയത്തിൽ കൊണ്ടുകിടക്കുന്ന ക്രിസ്തീയത നമ്മൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ എത്തിച്ചേരണം, ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം എന്നുള്ള ഇടത്തേക്ക് ചുരുങ്ങി പോകാറുണ്ട്. So what I really meant was, the moment we accept Jesus into our lives, it's all about, okay, we get to go to heaven, and that is the reason that I am saved and I want to live in this world so that I can go to heaven. ഉദാഹരണത്തിന്, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്വർഗം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിച്ചേരുവാനായിട്ട് എങ്ങനെയും അവസാനം സ്വർഗത്തിലെത്തണം എന്ന ഒരു ലക്ഷ്യസ്ഥാനം വെച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. Definitely we will get to heaven. That is a completely different thing. But if God has sent you to this world, there is a reason why he sent you to this world. നിശ്ചയമായിട്ടും നാം സ്വർഗത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. എന്നാൽ കർത്താവ് നമ്മളെ ഇവിടെ അയച്ചിരിക്കുന്നതിന് വളരെ വ്യക്തമായ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. Because the Bible, when we read Genesis, it says that go and subdue the earth. നാം നേരത്തെ വായിച്ച വാക്യത്തിൽ നാം കാണുന്നു, പോയി നിങ്ങൾ പെരുകി ഭൂമിയെ നിങ്ങൾ കീഴടക്കി എന്ന് നാം വായിക്കുന്നു. So the thing is that we have a reason why we are here. അപ്പോ ഇങ്ങനെ പറയാം, നാം ഇവിടെ ആയിരിക്കുന്നതിന് വളരെ ഗൗരവമേറിയ ഒരു കാരണമുണ്ട്. So when I explain to my children and the children that we take care of, hundreds of children, every one of them, we make sure we tell them, you don't live this life just to get a job. Once you finish your education, get a job, buy a house, get married, have children, look after them, go to church, do everything that you can do, and then you get to heaven.
ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടും വളർത്തുന്ന കുഞ്ഞുങ്ങളോടും ഞങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് പഠിച്ച് ഒരു ജോലി നേടി ഒരു വീട് മേടിച്ച് ഒരു കുടുംബമുണ്ടായി അങ്ങനത്തെ ചില കാര്യങ്ങൾക്ക് വേണ്ടി അല്ല നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. But that is the smallest life that you can have. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും ചെറിയ കാര്യമാണ് ഈ പറഞ്ഞതെല്ലാം. But there is a bigger purpose that you are created for. പ്രിയരെ, നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഉന്നതമായ ഒരു ഉദ്ദേശമുണ്ട്. That purpose has been sealed inside of us. It's our responsibility. The moment we know who we are, who we really are, we understand the purpose of God for our lives. ആ ഉദ്ദേശം നമ്മളിൽ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാം ആരാണ് എന്ന് നാം തിരിച്ചറിയുന്തോറും ആ ഉദ്ദേശം നമ്മുടെ മുമ്പിൽ കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങും. Jesus prayed this very clearly. Father, let your will be done as it is in heaven on earth. യേശു കർത്താവ് വളരെ വ്യക്തമായി തന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, സ്വർഗത്തിൽ എന്ന പോലെ ഭൂമിയിൽ അവിടുത്തെ ഇഷ്ടം നിറവേറണമേ. Amen. Because we as together the purpose is bringing heaven on earth. നമ്മളെക്കുറിച്ച് നാം ഒരുമിച്ച് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. Each one of us have a responsibility for that. നമ്മൾ ഓരോരുത്തർക്കും ആ ഉത്തരവാദിത്വം നമ്മുടെ മേൽ കിടക്കുന്നു. Each one of us have a part to play to bring heaven on earth. സ്വർഗം ഭൂമിയിൽ കൊണ്ടുവരുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള പങ്ക് നിർവഹിക്കാനുണ്ട്. We can do it individually, we can do it collectively. നമുക്ക് വ്യക്തിപരമായിട്ടും ഒരുമിച്ച് ചേർന്നും അത് ചെയ്യുവാൻ സാധിക്കും. As a church is a place where God wants us together to bring heaven on earth. സഭയിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നാം ഒന്നു ചേർന്ന് സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരണമെന്നുള്ളതാണ്. Most of the churches that I see, they come together, they have fellowship, they will sing, bringing people into the church. That's the only focus of a church. ഞാൻ കാണുന്ന മിക്ക സഭകളിലും അവര് ശ്രദ്ധിക്കുന്ന ഏക കാര്യം അവർ കൂടി വരുന്നു, പാട്ടുപാടുന്നു, ആരാധിക്കുന്നു, പുതിയ ആളുകളെ സഭയിലേക്ക് കൊണ്ടുവരുന്നു. But the real church exists so that you make decision for the society. And I am so excited about this church. That is something that draws me closer to what Raju Uncle and Shivandi leads this church, and there's so many beautiful things you do as a church together. എന്നാൽ സഭയായി ദൈവം നമ്മളെ ഒരിടത്ത് ആക്കിയിരിക്കുമ്പോൾ നമ്മളെ ആക്കിയിരിക്കുന്ന സമൂഹത്തിന് ആ സ്വർഗത്തിന്റെ അനുഭവത്തെ കൊണ്ടുവരുന്ന ഒരിടത്ത് സഭ നിൽക്കണമെന്നുള്ളതാണ്. ഞാൻ ഈ സഭയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരാജന്റെ ശിവാനിയുടെ നേതൃത്വത്തിൽ ഇപ്രകാരം ഒരു കാഴ്ചപ്പാടോടുകൂടി ഇത് വർത്തിക്കുന്നു എന്നുള്ളതിൽ ഞാൻ അതെന്നെ ഇവിടേക്ക് കൂടുതൽ ആകർഷിക്കുന്നു. So when I was growing up, as I said that at the age of 16, I prayed, Lord, reveal this purpose into my life. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 16 വയസ്സുള്ള സമയത്ത് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ തുടങ്ങി: ദൈവമേ, എന്നെ കുറിച്ചുള്ള അവിടുത്തെ ഉദ്ദേശം എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. While I was praying and leading my life, God opened doors in my life. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം മുമ്പോട്ട് നയിക്കവേ എൻ്റെ ജീവിതത്തിൽ ദൈവം വാതിലുകൾ എനിക്ക് മുമ്പ് തുറക്കാൻ തുടങ്ങി. We got married and then we went to Goa and we started pioneering the church, and that was the calling that God had upon our lives. But I knew there was something more than that along with the church. വിവാഹിതയ ശേഷം ഞങ്ങള് ഗോവയിൽ പോയി. അവിടെ കർത്താവിന്റെ സഭ ശുശ്രൂഷയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു, ദൈവത്തിന് ഇതിലധികമായി എൻ്റെ ജീവിതത്തിൽ എന്തോ ഉണ്ട്. So what happened is that I've shared the stories with you. This one lady who was HIV positive and pregnant came into our life, and our journey began there. ഞാൻ ഈ കാര്യം മുമ്പ് ഇവിടെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അന്ന് ഞാൻ പറഞ്ഞതുപോലെ HIV പോസിറ്റീവായിരുന്ന ആ ഒരു സഹോദരി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഞങ്ങളുടെ ജീവിതം അവിടുന്ന് ഒരു പുതിയ തുടക്കം എടുക്കുവാനും തുടങ്ങി. From there I started going into the red light area.
അവിടെ തുടങ്ങി ഞാൻ ചുവപ്പ് തെരുവുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങി. So while going into the red light area, I will go and sit. I didn't know what to do. Lord, I'm just, Lord, he asked me to go, I would just go. And I didn't know what to do. So I would just sit and talk with these sex workers and ask them, how can I help you? അവിടെ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. എന്നിട്ട് അവിടെ കണ്ട ഇപ്രകാരമുള്ള ലൈംഗിക തൊഴിലാളികളോട് ഞാൻ അവരോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. So because of this connection, I remember one day I had this, when I was sitting and having a chat with this girl, there was this fresh wound on this like 16-year-old, 15-year-old girl, a wound which was like a burnt scar on her face. അങ്ങനെ ഞാൻ ഒരു ദിവസം ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ കണ്ടുമുട്ടിയപ്പോൾ അവളുടെ മുഖത്ത് ഒരു പൊള്ളലേറ്റ പോലെ ഒരു മുറിവ് തന്റെ മുഖത്ത് ഞാൻ കണ്ടു. So I asked her, what happened to you? And she said this happened 2 days before. ഞാൻ ചോദിച്ചത് എന്ത് പറ്റി? അപ്പോൾ എന്നോട് പറഞ്ഞു 2 ദിവസം മുമ്പ് നടന്നതാണ്. She was being brought into Goa, promised a job but sold into prostitution. And that day she was so sick, she was having high fever and she was forced to work. തനിക്കൊരു ജോലി ലഭിക്കും തരാമെന്ന് പറഞ്ഞ് തന്നെ ഗോവയിലേക്ക് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഇപ്രകാരമുള്ള പ്രവൃത്തിയിൽ അവളെ ആക്കി. ആ പ്രത്യേക ദിവസം അവൾക്ക് തീരെ വയ്യായിരുന്നു. വളരെ പനിച്ച് കിടന്നിരുന്ന സമയത്ത് തനിക്ക് വയ്യാതിരുന്നപ്പോൾ നിർബന്ധപൂർവം ഈ വേലയിലേക്ക് തള്ളിവിട്ടപ്പോൾ സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ്. So in the afternoon she came and she, the brothel owner, the lady, she asked, can you please give me a cup of tea because I am so sick, I need to have a cup of tea. So this lady said, you are not worked enough, and she just threw that hot tea that lady was drinking on her face. വളരെ ക്ഷീണിതയായിരുന്ന ഈ പെൺകുട്ടി തനിക്ക് മധ്യസ്ഥയായി നിന്നിരുന്ന ആ കച്ചവടക്കാരിയോട് ഞാൻ വളരെ ക്ഷീണിതരെയാണ്, എനിക്ക് അല്പം ചൂട് ചായ തരുമോ എന്ന് ചോദിച്ചപ്പോൾ നീ നിന്റെ പണി ചെയ്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കുടിച്ചുകൊണ്ടിരുന്ന ചൂട് ചായ അവളുടെ മുഖത്തേക്ക് എറിഞ്ഞു. So I was just thinking, Lord, how can I help these girls? And I believe that God spoke to me that discover the destiny of your life. And I believe that each and every girl who is sitting here are sent to this world for a reason, for a purpose. And this is not the purpose that they are for. How can I bring them out of this place and give them a purpose in life? എന്നോട് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരിക്കൽ എന്നോട് നിന്റെ ജീവിതത്തിന്റെ ആ ഭാഗധേയം ലക്ഷ്യം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ കർത്താവ് നിശ്ചയമായിട്ടും ഞാൻ ഈ കാണുന്ന സ്ഥലത്തുള്ള ഓരോ പെൺകുട്ടിയെക്കുറിച്ചും ദൈവത്തിനും ഒരു ഉദ്ദേശമുണ്ട്. അവരുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഇതല്ല, അത് കണ്ടെത്തുവാൻ ഞാൻ അവരെ സഹായിച്ചേ മതിയാകൂ എന്നുള്ളൊരു തീക്ഷ്ണമായ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം നൽകി. So I used to pray, and one of these scriptures that's really one of my favorite scripture in the Bible is it is in Acts chapter 17 verse 28. It says that Paul says, I live in him, I move in him, and I have my being in him. എന്നെ വളരെ പിടിച്ചു നിർത്തിയിട്ടുള്ളൊരു സ്വാധീനിച്ചിട്ടുള്ളൊരു വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 17:28. നാം അവനിൽ ഇരിക്കുകയും നാം അവനിൽ ചരിക്കുകയും നാം അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. So it's such an amazing, I get so excited when I read that. ഞാനിത് വായിക്കുന്ന സമയത്ത് വളരെ ആവേശഭരിതയാകാറുണ്ട്. Because I imagine myself as I am in him. The Bible clearly says that we live in Christ. I live in him and I move in him and I have my being inside of him. ഇപ്രകാരം നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് കണ്ടാൽ അത് എത്ര ആശ്ചര്യകരമാണ്. തിരുവചനം പറയുന്നു നാം അവനിലായിരിക്കുന്നുവെന്ന് എന്ന് പറഞ്ഞതുപോലെ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നാം അവനിൽ ജീവിക്കുകയും അവനിൽ ഇരിക്കുകയും അവനിൽ ചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എത്ര ആശ്ചര്യകരമാണ്. Just imagine, that the picture that comes to me is the bucket full of water and there's a glass inside the bucket. The glass is inside the water, it is moving in the water and it's living inside that water. ഒരു ബക്കറ്റ് നിറയെ വെള്ളത്തിനകത്ത് ഒരു ഗ്ലാസ് ഉണ്ടെന്നിരിക്കട്ടെ.
കാണുക, ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ആ ഗ്ലാസിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം, അത് ആ ബക്കറ്റിനകത്താണ്, അത് അതിനകത്ത് നിന്ന് തന്നെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. Amen. So I always tell our children, in the homes, it's not easy to tell them, pray and to receive and understand God's purpose in their lives. But I tell them, imagine yourself that you are sitting and someone, Heavenly Father, has come and embraced you, and you are inside the embrace of your Father. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഒരുപക്ഷെ അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കഠിനമായിരിക്കാം. പക്ഷേ ഞാനിങ്ങനെ പറയാറുണ്ട്, ഓർക്കുക, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഒരു സ്വർഗീയ കരം, ഒരു സാന്നിധ്യം വന്ന് ആ ആലിംഗനത്തിനകത്താണ് നിങ്ങൾ ആയിരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്ന്. That is what true prayer is. Just being in the embrace of your Father. സത്യത്തിൽ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അതല്ലേ, പിതാവിന്റെ ആലിംഗനത്തിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ. Knowing that you are created in His image and in His likeness, and you live in His embrace. അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം അവന്റെ ആലിംഗനത്തിൽ, അവന്റെ ചിറകിൻ കീഴിൽ ഇരിക്കുന്നു എന്നുള്ള ആ ബോധം. And from there comes, I believe, from there comes the purpose. Purpose comes out of that. ആ ഒരു ഇടത്തു നിന്നാണ് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം നമ്മൾ ഉയർന്ന് പൊങ്ങി വരുന്നത്. So I just want to say that each and every one of you who are sitting here are created for a reason, for a purpose, and I truly believe that you will be able to discover the very purpose that you are created for. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങൾ ഒരു പ്രത്യേക വളരെ വ്യക്തമായ വേറിട്ട ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ അവനോട് ചേർന്നിരിക്കുന്ന സമയത്ത് അതെന്താണെന്ന് നിങ്ങൾക്ക് കൂടുതലായി വെളിപ്പെട്ട് വരും. Jesus was sent on this earth for a reason, for a purpose, and we know the very purpose that Jesus was here. He came to die on the cross for the whole humanity, to save the humanity. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എപ്രകാരം ഈ ഭൂമിയിലേക്ക് ഒരു ഉദ്ദേശത്തോടു കൂടിയാണോ അയച്ചത്, ആ ഉദ്ദേശം എന്താണെന്ന് അറിയാം. ഹല്ലേലൂയ. അവിടുന്ന് നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യാഗമായി അർപ്പിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഈ ഭൂമിയിൽ എത്തിയത്. What an amazing purpose that Jesus came, and He was so focused. Do you think that when we when we live in the purpose of God, do you think everything is going to go smooth because I discovered my purpose and everything is going to go smoothly? കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തൻ്റെ ആ ഉദ്ദേശത്തെ കുറിച്ച് വളരെ ലക്ഷ്യബോധത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ജീവിച്ചു. അപ്രകാരം നാമും ജീവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നോ എൻ്റെ ലക്ഷ്യം ഞാൻ കണ്ടെത്തി, അതിൽ ഞാൻ ജീവിക്കുമ്പോൾ എല്ലാം സുഗമമായി പോകുമെന്ന് വിചാരിക്കുന്നോ? ഇല്ല. Because Jesus, the challenges that Jesus faced from the time He was born, He faced challenges one after the other up to His cross. ഓർക്കുക, നമ്മുടെ കർത്താവ് ജനിച്ച സമയം മുതൽ തൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട വെല്ലുവിളികൾ എത്രയായിരുന്നു. അതങ്ങ് അവസാനം കാൽവറി വരെയും തൻ്റെ ജീവിതം സുഗമമായിരുന്നില്ല. I just want to read a message that I got a few days back. Me and Martin traveled, and we are in Kerala right now for 2 weeks. And we just got a message a few days back from one of our girls. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാനും പ്രിയ എൻ്റെ ഭർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ കേരളത്തിലായിരിക്കുന്നുള്ള ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു പെൺകുട്ടിയിൽ നിന്ന് ലഭിച്ച ഒരു സന്ദേശം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. It says, everything happened because of you both. Because of you, I could join this college. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം നടന്നത് നിങ്ങൾ രണ്ടുപേരും കാരണമാണ്. നിങ്ങൾ കാരണം ഞാൻ ഈ കോളേജിൽ join ചെയ്തു. All credit goes to you, and I always tell people and my aunt, today I got this talent because of Beena Aunty and Pastor. ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്കുള്ളതാണ്. ഞാൻ എല്ലാവരോടും അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ അങ്കിളിനോടും ആൻറ്റിയോടും ഇത് പറഞ്ഞു. എനിക്ക് ലഭിച്ചതിൻ്റെ എല്ലാ ക്രെഡിറ്റും പ്രിയ മാർട്ടിൻ അങ്കിളിനും ബീന ആൻറ്റിക്കുമാണ്. I feel so proud to tell people, thank you so much Beena Aunty, and you are a miracle in my life. ഞാൻ ഇതിനെക്കുറിച്ച് നന്ദിയോടെ പലരോടും പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഒരു അതിശയമാണ് ബീന ആൻറ്റി താങ്കൾ എന്നായിരുന്നു ഈ സന്ദേശം. So once when I read that, I was feeling so fulfilled and happy
because you know that one sentence made both of us so happy. ഞാൻ ഈ സന്ദേശം വായിച്ച് വളരെ സംതൃപ്തി അനുഭവിക്കുവാൻ സന്തോഷപ്പെടുവാനും ഇടയായി. ഞങ്ങൾ ഒരുമിച്ച് അതോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. I want to tell the story of this child. ഇപ്പോ ഇനി സന്ദേശം അയച്ച കുഞ്ഞിന്റെ കഥ പറയട്ടെ. She's 20 years old right now. She's doing her final year BA in arts. ഇപ്പോ അവർക്ക് 20 വയസ്സാണ്. ഇപ്പോ BA ആർട്സ് ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. So she was actually found in a rubbish bin in Miramar Beach, which is just 5 minutes away from us. ഞങ്ങൾ താമസിക്കുന്നിടത്ത് 5 മിനിറ്റ് മാത്രം ദൂരമുള്ള മിറാമാർ എന്ന് പറഞ്ഞ ബീച്ചില് ചപ്പുകൂട്ടത്തിനിടയിൽ നിന്ന് കിട്ടിയ കുഞ്ഞാണിത്. 2 days old. 2 ദിവസം മാത്രം പ്രായം. She was taken by the police and finally she was sent to us. ആ കുഞ്ഞിനെ പോലീസ് ആദ്യം കണ്ടെത്തി, എന്നിട്ട് അവളെ ഞങ്ങൾക്ക് അയച്ചു തന്നു. She grew up in the home. ഞങ്ങളുടെ ഭവനത്തിൽ അവൾ വളർന്നു. So when she grew up, she was this amazing young girl growing up with so much of talent. വളർന്നു വന്നപ്പോൾ വളരെ കഴിവുകളോടുകൂടി ഒരു കുട്ടിയായി അവൾ കാണപ്പെട്ടു. She was such a bubbly and life-giving person. അവൾ ഉണ്ടെങ്കിൽ അവിടെ വളരെ സജീവമാണ്, തുള്ളിച്ചാടി നടക്കുന്ന ഒരു കുഞ്ഞ്. Everyone want to be friends with her because she's that kind of a person. Some people has that charisma in them. അവളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും അവളോട് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അറിയാമല്ലോ, അങ്ങനെ ഒരു ആകർഷണ സ്വഭാവമുള്ള ഒരു കുഞ്ഞ്. She was good with sports, she was good with music, she was so good with arts, she was amazing artist. നല്ല സ്പോർട്സുകാരിയായിരുന്നു, നല്ല നല്ല പടം വരയ്ക്കുമായിരുന്നു, ഒത്തിരി കഴിവുകളുള്ള ഒരു കുഞ്ഞ്. So when I asked her when she finished her 12th, what would we like to do? I knew that she was so artistic. She said, Binanti, if you can send me for arts, in the college, I would be so happy because that's what I want to pursue. അപ്പോൾ അവളുടെ 12ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു, നിനക്ക് എന്ത് ചെയ്യാനാണ് ആഗ്രഹം? കാരണം അവൾ കലാരംഗങ്ങളിൽ വളരെ സമർത്ഥയാണ്, നിപുണയാണെന്ന് അറിഞ്ഞു. അവളും അത് തന്നെ എന്നോട് പറഞ്ഞു, അങ്ങനെയുള്ള ഒരു പഠനം തന്നെ മുമ്പോട്ട് വിടണം. So we got her admission in the arts, performing arts, and she is doing her final year college there. അപ്രകാരമുള്ള കലാരൂപങ്ങളിൽ അഭ്യസിപ്പിക്കുന്ന ഒരു കോളേജ് കണ്ടെത്തി ഇവിടെ. അപ്പോൾ അവളിപ്പോ അവിടെ ഫൈനൽ ഇയർ ആണ്. So what happened is that she discovered the purpose of her life by today she was selected as one of the top the first among the paintings that they did for the day World Child Abuse Day. There was a competition and she came first, drawing the pictures against child abuse and child labor. ആഗോളമായി ഈ കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ആചരിക്കുന്ന ദിവസത്തിൽ നടത്തിയ ഒരു ചിത്രരചനാ മത്സരത്തിൽ ഈ മോളുടെ ചിത്രത്തിനായിരുന്നു 1ാം സ്ഥാനം വന്നത്. In the States. So to see her discovering the purpose of God in her life. അപ്പോ കാണുക, അവളുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം കണ്ടെത്തുന്ന ആ കാര്യത്തിൽ. So what happened, even one of our girls who was 2.5 years old, she came, she was a child of a prostitute, she was abandoned, she came, and when she was 12, I asked her, what do you want to become? She said she want to become an architect, and today she is doing her final year architecture. അതുപോലെ തന്നെ 2.5 വയസ്സ് മാത്രമുണ്ടായിരുന്ന സമയത്ത് ഒരു വ്യഭിചാരവൃത്തിയിലായിരുന്ന ഒരു സഹോദരിയുടെ മകൾ ഞങ്ങളോടൊപ്പം വന്ന ആ കുഞ്ഞ് 12 വയസ്സായപ്പോൾ 12th. Yeah, 12. When she finished her 12th. 12ാം ക്ലാസ് പൂർത്തിയാക്കിയ സമയത്ത് അവൾ ആഗ്രഹിച്ചത് ഒരു ആർക്കിടെക്ട് ആകണമെന്നായിരുന്നു. ഇപ്പോൾ അവൾ ആർക്കിടെക്ചറിൽ ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. So many of our children have come and lived their life, and today they are ministering in different places. Worship leaders, pastors, being in the ministry, and lawyers, engineers. They have gone back into the world, and one thing that we've told them is that discover the purpose of your life, and don't live a small life just to live your life on earth, but live a big life to bring heaven on earth. ഇപ്രകാരം ഞങ്ങളുടെ ഭവനങ്ങളിൽ, കെയർ ഹോമുകളിൽ വന്ന പല കുഞ്ഞുങ്ങൾ
ഞാൻ ഈ പറഞ്ഞതുപോലെ വിവിധ തുറകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ചിലർ ശുശ്രൂഷകളിലേക്ക് സഭകളിൽ പാസ്റ്റേഴ്സായിട്ട് വർഷിപ്പ് ലീഡേഴ്സായിട്ട് ഒക്കെ ദൈവം ഉയർത്തുവാനിടയിൽ അവരോടെല്ലാം ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഒരു കുഞ്ഞു ജീവിതം, ഈ ലോകം കൊണ്ട് തീരുന്ന ഒരു കുഞ്ഞു ജീവിതം ജീവിക്കാതെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം നിറവേറ്റുന്നവരായി ഒരു വലിയ ജീവിതം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണമെന്ന്. I read in a book that 80% of people live their life die without knowing the very purpose that they created for. ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, 80% ആളുകളും അതിലധികമോ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശം അറിയാതെ തന്നെ അവർ മരണത്തിലേക്ക് പോകുന്നു. I just want to encourage each and every one of you here, rise up, ask the Lord to understand the very Lord, why did you create me on this earth for? അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ദൈവമേ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം എന്താണെന്ന് കാണിക്കുകയും അതിലേക്ക് എന്നെ എത്തിക്കുകയും ചെയ്യണമേ എന്ന് പറയുക. And you are so blessed to have a church that do so many things for this society. സത്യത്തിൽ നിങ്ങൾക്ക് എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഈ സമൂഹത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം മനസ്സുള്ള നിൽക്കുന്ന ഒരു സഭ നിങ്ങൾക്ക് ലഭിച്ചല്ലോ. To bring heaven on earth and eradicate hell on earth is the very purpose each and every one has to be on this earth. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ സ്വർഗം ഭൂമിയിൽ കൊണ്ടുവരുവാനും നരകത്തിന്റെ പ്രവർത്തികൾ ഇവിടുന്ന് നിർമാർജനം ചെയ്യുവാനും കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നു. Because at the age of 16 I said that God put that in my heart, and I was a very timid person. I couldn't even look at people and talk to them. I was so insecure and timid. But when God's purpose, when you understand the very purpose of God in your life and you understand who you are in Christ, you will rise up. God will help you to rise within yourself and live the very life God created you. 16-ാമത്തെ വയസ്സിൽ ഞാൻ ആ ശബ്ദം കേട്ട സമയത്ത് ഞാൻ വളരെ ലജ്ജാശീലയായിരുന്നു. ആളുകളെ നേരിടാനോ അവരോട് സംസാരിക്കാനോ ഒന്നുമുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവ് നിങ്ങളിലുണ്ടെന്നും നിങ്ങൾ കർത്താവിൽ ആരാണെന്നും നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ സടകുടഞ്ഞെഴുന്നേൽക്കുവാൻ, നിങ്ങൾ ധൈര്യം കാണിക്കുവാൻ ഇടയായിത്തീരും. If God can use a person like me, God can use anyone in this world. എന്നെ പോലെ ഒരാളിനെ ദൈവത്തിന് ഉപയോഗിക്കാമെങ്കിൽ ഈ ഭൂമിയിൽ ആരെയും ദൈവത്തിന് ഉപയോഗിക്കാം. We together, if we look back to, we were just writing a note because we had to present it to someone. That is when we realized we have almost 1,000 children have come through our care in 23 years. ഞങ്ങൾ ഇരുവരും ചേർന്ന് വേറെ ആരോടോ അവതരിപ്പിക്കാനായിട്ട് ഒരു ഇത് പ്രസന്റേഷൻ ഉണ്ടാക്കിയ സമയത്താണ് ഞങ്ങൾ ആ കാര്യം തിരിച്ചറിഞ്ഞത്. 1000-ത്തിലധികം കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഈ ഭവനങ്ങളിൽ കൂടെ കർത്താവിനെ അറിയുവാനായി ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി. 4,000 women who are HIV positive and sex workers, we have touched their lives, and not only that, we were able to give Jesus into their life. HIV പോസിറ്റീവ് ആയവരും ലൈംഗിക തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഏതാണ്ട് 4000-ത്തിലധികം വ്യക്തികളുടെ ജീവിതവുമായി കോണ്ടാക്റ്റിൽ വരുവാനും ക്രിസ്തുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. Helping them to discover the very purpose of their lives. അവരുടെ ജീവിതത്തിന്റെ ഉദ്ദേശം കണ്ടെത്തുവാൻ തക്കവണ്ണം അവരുടെ ചിന്തയെ തിരിച്ചുവിടുവാൻ, ശ്രദ്ധയെ തിരിച്ചുവിടുവാൻ ദൈവം സഹായിച്ചു. So I just want to tell each and every one of you that rise up to that place. Ask the Lord. Your age doesn't matter. This time doesn't matter. Lord, what is the reason? What is that you want me to do to bring heaven on earth, to eradicate hell on earth? What is the thing that you want me to do? Help me, Lord. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആഹ്വാനം ചെയ്യട്ടെ, ഉത്സാഹിപ്പിക്കട്ടെ. ദൈവത്തിന്റെ അടുക്കൽ കർത്താവേ, എന്നെ കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ പ്രായം ഒരു പരിധിയല്ല, അതിനൊരു വിലങ്ങുതടിയല്ല. ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ, എൻ്റെ സമൂഹത്തിൽ നരകത്തിന്റെ പ്രവർത്തനങ്ങളെ നിർമാർജനം ചെയ്യുവാൻ കർത്താവേ, എന്നെ കുറിച്ചുള്ള അവിടുത്തെ ഉദ്ദേശം എന്താണെന്ന് എന്നോട് പറയണമെന്ന് ചോദിക്കുക. So that you can say in the end, I have run my race. അങ്ങനെയെങ്കിൽ അവസാനം നിങ്ങൾക്ക് പറയാൻ കഴിയും, എൻ്റെ ഓട്ടം ഞാൻ ഓടി. Sometimes we think that how many people we bring to the church is the very thing that you are asked for in the end. But I believe that bringing heaven on earth, that is the purpose of God for your life, and you need to discover where are you in that place.
ചിലപ്പോൾ നാം ചിന്തിക്കുന്നത് സഭയിലേക്ക് ഞാൻ ഇത്ര പേരെ കൊണ്ടുവന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സായുജ്യമായി ഒരു നിറവേറലായി നാം ചിന്തിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം, അങ്ങനെ നമ്മുടെ സമൂഹത്തെ അനുഗ്രഹിപ്പാൻ. So we'll go back to that scripture that we read. Genesis chapter 1 verse 26 to 28 says that God, the Trinity, them, they created us in his image, in their image and their likeness. അങ്ങനെ നാം ആ പ്രാരംഭത്തിൽ വായിച്ച വാക്യത്തിലേക്ക് 1:26 മുതൽ 28 വാക്യങ്ങളിൽ നാം മടങ്ങിപ്പോകുമ്പോൾ നാം അവിടെ കാണുന്നതാണ്, ദൈവം പിതൃപുത്ര പരിശുദ്ധാത്മാവ് അവിടുത്തെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു. When we have that understanding, I believe that we will come to that very purpose that God created us for. ആ ഒരു പരിജ്ഞാനം നമ്മളെ ഭരിക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് നാം നീങ്ങുവാനായിട്ട് തുടങ്ങും. And I want to encourage each and every one of you to rise up and live the life that God created, just like Jesus lived his life. And we had so many challenges that we had to face in life, but we believe that because we know that we live in that purpose, God helped us and enabled us to go through and walk through all the challenges that we had to face. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ, അപ്രകാരം നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉദ്ദേശങ്ങളിലേക്ക് നിങ്ങൾ വരും. ആ പാതയിൽ നിങ്ങൾക്ക് പല പ്രതിസന്ധികളുണ്ടാവും, ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം നിറവേറ്റുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കും. God bless you. Thank you so much for this wonderful opportunity God gave us to speak into your lives, and thank you so much. I'm so humbled. God bless you abundantly. ദൈവം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് പ്രകാരം ലഭിച്ച ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തോട് ഈ സാക്ഷ്യത്തെ പറയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ. ഈ ലഭിച്ച അവസരത്തിനായി നന്ദി പറയുന്നു. Thank you very much. God bless.